നമസ്കാരം. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ വലിയ ഒരു മീറ്റിംഗ് സ്റ്റിയറിംഗ് കമ്മിറ്റി ഇന്നലെ കോട്ടയത്ത് ചേരുകയുണ്ടായി. സ്റ്റിയറിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അവരുടെ പ്രധാനപ്പെട്ട പോളിറ്റ് ബ്യൂറോ ആണ്. സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടിയപ്പോൾ അവിടെ രണ്ട് അഭിപ്രായമുണ്ടായി. ഒന്ന്, റോഷി അഗസ്റ്റിൻ്റെ ഒരു പിടിവാശി മൂലം UDFിൽ പോകാൻ കഴിയാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ അവർ സംസാരിച്ചു. അണികളെല്ലാം തന്നെ UDFിലേക്ക് പോകണം എന്ന് ചിന്തിക്കുന്നവരാണ്. അപ്പോൾ എന്തുകൊണ്ട് UDFിൽ പോയില്ല എന്നൊരു ചോദ്യം വളരെ ഗൗരവമായി ഉണ്ടായി. ഇനിയും മുന്നണി വിടാൻ സാധ്യതയുണ്ടെങ്കിൽ മുന്നണി വിടാം എന്ന് പറഞ്ഞു. അപ്പോഴാണ് അബു ജോൺ ജോസഫ് ഒരു പ്രയോഗം നേരത്തെ നടത്തി. ബൈബിളിൽ പറഞ്ഞതുപോലെ ധൂർത്തപുത്രനാണ് ജോസ് കെ മാണി എന്നൊരു പ്രയോഗം നടത്തി. അത് കണ്ടില്ലേ, ഞങ്ങൾ അങ്ങോട്ട് ക്ഷണിക്കുകയും ധൂർത്തപുത്രൻ എന്ന് പറയുകയും ചെയ്തു. പക്ഷെ അബു ജോൺ ജോസഫ് ഇന്ന് അതിന് സോറി പറഞ്ഞു, മാപ്പ് പറഞ്ഞു, ഖേദം പ്രകടിപ്പിച്ചു. അതുകൊണ്ട് വളരെ കൃത്യമായി കേരള കോൺഗ്രസിനെ UDFിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള ചർച്ച സജീവമായി നടക്കുകയാണ്. അതിന് തടസ്സം നിൽക്കുന്ന റോഷി അഗസ്റ്റിനാണ്. പക്ഷേ റോഷി അഗസ്റ്റിന് ഇപ്പോൾ ഫ്രീലാൻഡാണ്. നേരത്തെ മന്ത്രിയാണ്, ജലവകുപ്പ് മന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ കണ്ണുരുട്ടി കാണിച്ചാൽ, കാരണം ഫയലുകളൊക്കെ ഉള്ളതാണല്ലോ, ഒരുപാട് ഫയലുകളും അങ്ങോട്ട് ഇടപാടുകളൊക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ മുഖ്യമന്ത്രി കണ്ണുരുട്ടി കാണിച്ചാൽ സ്വാഭാവികമായിട്ട് ജലവകുപ്പ് മന്ത്രിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇപ്പം കാലം കഴിഞ്ഞു, ഫ്രീലാൻസായി. അപ്പോഴാണ് മറ്റൊരു ചർച്ച വരുന്നു, എന്തുകൊണ്ട് NDAയിൽ പോയിക്കൂടാ, BJP മുന്നണിയിൽ പോയിക്കൂടാ. രസകരമാണ്. ഞങ്ങൾ സുഭാഷിതം ചാനൽ ഒരു 1-2 മാസം മുമ്പ്, അത് ഇലക്ഷൻ വരുന്നതിന് മുമ്പ് UDFിലേക്ക് ക്ഷണിച്ച കാലത്ത് കേരള കോൺഗ്രസ് ജോസ് കെ മാണിയുടെ മാണി ഗ്രൂപ്പിനെ ജോസഫ് സാറ് ക്ഷണിച്ച സമയത്ത് ഞങ്ങൾ ചില വീഡിയോകൾ ചെയ്തിരുന്നു. അതിൽ ഞങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു, UDFിൽ പോയില്ലെങ്കിൽ ഇവരുടെ ഓപ്ഷൻ NDA ആണ്, BJP ആണ്. വലിയ റീച്ചായ വീഡിയോ ആണ്. അതിൻ്റെ അനുകൂലമായും പ്രതികൂലമായും അതിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ വന്ന് പലരും തെറി പറഞ്ഞവരുണ്ട്, കമൻറ്റ് അനുകൂലമായി പറഞ്ഞവരുണ്ട്, പ്രതികൂലമായി പറഞ്ഞവരുണ്ട്. പക്ഷെ നോക്കൂ, കാലം ഇവർ തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ കാലത്തിൻ്റെ കാവ്യനീതി പോലെ ജോസ് കെ മാണി ഇന്നലെ വിളിച്ചു കൂട്ടിയ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ വളരെ കൃത്യമായി കൊല്ലത്ത് നിന്നുള്ള ജില്ലാ പ്രസിഡന്റും തുടങ്ങി വെച്ചു. എന്തുകൊണ്ട് NDAയിൽ പോയിക്കൂടാ, നമ്മൾ ബാർഗെയിൻ ചെയ്യണം, നമുക്ക് എന്തുകൊണ്ടൊരു കേന്ദ്ര മന്ത്രിസ്ഥാനം ചോദിച്ചുകൂടാ. വലിയ സാധ്യതയുണ്ട്. ജോസ് കെ മാണിയെ രാജ്യസഭയിലേക്ക് കൊണ്ടുപോയി ഒരു കേന്ദ്ര മന്ത്രിസ്ഥാനം കൊടുക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ജോസ് കെ മാണിക്ക് വേണമെങ്കിൽ ഗവർണർ സ്ഥാനവും കിട്ടും, അതിനുള്ള സാധ്യതയുണ്ട്. ഇനി ജോസ് കെ മാണിക്ക് ഗവർണർ മന്ത്രിസ്ഥാനവും മറ്റൊരാളിന് ഗവർണർ സ്ഥാനം വേണമെങ്കിൽ അതും കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം കേരള കോൺഗ്രസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പാണ് ജോസ് കെ മാണി. ഇപ്പോൾ അവർ തോറ്റു, എല്ലാ സീറ്റിലും തോറ്റു എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ അവർ വളരെ ശക്തരാണ്. അതുകൊണ്ട് തന്നെ BJPക്ക് ഒരു താല്പര്യം കാണും NDA മുന്നണിക്ക്. രാജ്യസഭ MP ആണ്. രാജ്യസഭ MPയുടെ കാലം കഴിയുമ്പോൾ വീണ്ടും രാജ്യസഭയിലേക്ക് കൊണ്ടുപോയി അദ്ദേഹത്തെ വേണമെങ്കിൽ മന്ത്രിയാക്കാം. ഇനി സമയം 29 വരെ സമയം കിടക്കുന്നു NDAക്ക്. ഇത് കൊല്ലം ജില്ലാ പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് വേറെ മുന്നണിയിൽ പോയിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ അത് ഏത് മുന്നണി എന്ന് ജോസ് കെ മാണി ചോദിച്ചപ്പോൾ BJP മുന്നണി എന്ന് കൊല്ലം ജില്ലാ പ്രസിഡന്റ് പറഞ്ഞു. അപ്പോൾ കൊല്ലം ജില്ലാ പ്രസിഡന്റ് മനസ്സിൽ അതുണ്ടല്ലോ. ഇനി കൊല്ലം ജില്ലാ പ്രസിഡന്റ് അത് പറയുമ്പോൾ തന്നെ മലബാറിൽ നിന്നുള്ള ജില്ലാ പ്രസിഡന്റുമാരും എണീറ്റ് പറഞ്ഞു, നമുക്ക് തീർച്ചയായും NDA മുന്നണി ഒരു ഓപ്ഷനാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂടെ പോയാൽ നമുക്ക് മന്ത്രിസ്ഥാനവും ഗവർണർ സ്ഥാനവും മറ്റൊരുപാട് റബ്ബർ ബോർഡിൻ്റെയും അതിൻ്റെ സ്പൈസസ് ബോർഡിൻ്റെയൊക്കെ സ്ഥാനങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മൾ അധികാര രാഷ്ട്രീയമായി ബന്ധിപ്പിച്ച് വേണം നിൽക്കാൻ. ഈ ജോസഫ് ഗ്രൂപ്പുകാർ കേരളത്തിലെ UDF മുന്നണിയിൽ നിന്ന് അധികാരം കൈയാളുമ്പോൾ നമ്മൾ കേന്ദ്രത്തിൽ പോയി അധികാരം കൈയാളണം എന്നൊരു ചർച്ച, എന്നൊരു ചിന്ത വളരെ സീരിയസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ NDA മുന്നണിയിലേക്ക് പോകുമോ BJP? ഇത് പാത്തം പതുങ്ങിയിരിക്കുന്ന BJP സ്വാഭാവികമായി എടുത്തു ചാടി ഇതിൻ്റെ ഒരു ചർച്ചയ്ക്കുള്ള വഴി തുറക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കോട്ടയം കേന്ദ്രീകരിച്ച് ഇതിൻ്റെ ചർച്ച ആരംഭിക്കാൻ എല്ലാ സാധ്യതയുണ്ട്. കാരണം കൊല്ലം ജില്ലാ പ്രസിഡന്റ് ഇങ്ങനെ പറഞ്ഞപ്പോൾ, മലബാറിലെ പ്രസിഡന്റുമാർ പറഞ്ഞപ്പോൾ, മലബാറിലെ കമ്മിറ്റി അംഗങ്ങൾ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഇത് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ജോസ് കെ മാണി അതിനെ എതിർത്തുമില്ല, അനുകൂലിച്ചുമില്ല, വെറുതെ ഇരുന്ന് ചിരിച്ചതേ ഉള്ളൂ. നമുക്കത് ആലോചിച്ചാൽ എന്തെന്നുള്ളൊരു ചിന്തയിലേക്ക് ജോസ് കെ മാണി വന്നിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ കേരള കോൺഗ്രസ് വീണ്ടും ചിലപ്പോൾ രണ്ടാകാനും സാധ്യതയുണ്ട്. ഒരു വിഭാഗം NDA BJP മുന്നണിയിൽ പോകാം,
മറ്റൊരു ഭാഗം അതിൽ BJP-യോട് പോകാൻ താല്പര്യമില്ലാത്ത ക്രിസ്ത്യാനികൾ നേരെ ജോസഫ് ഗ്രൂപ്പിലേക്ക് പോകാം. അപ്പോഴും ജോസഫ് ഗ്രൂപ്പിനാണ് ഇപ്പോഴത്തെ വിലപേശലിൽ ജോസഫ് ഗ്രൂപ്പിനാണ്ട് തട്ടാണ് ഉയർന്നു നിൽക്കുന്നത്. അവരാണ് വിജയിക്കാൻ പോകുന്നത്. എങ്ങനെയായാലും NDA-യിലേക്ക് പോയാലും, അഥവാ ഇനി NDA-യിലേക്ക് പോയി രാജ്യസഭാ സ്ഥാനവും മന്ത്രിസ്ഥാനവും ഒക്കെ വാങ്ങിയാലും കുറേ അണികൾ, അതായത് BJP-യോട് താല്പര്യമില്ലാത്ത കുറേ ക്രിസ്ത്യൻ അണികളുണ്ട്. അവർ ജോസഫ് ഗ്രൂപ്പിലേക്ക് മാറാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇവിടെ 2020 BJP-യിലേക്ക് പോയപ്പോൾ, NDA മുന്നണി പോയപ്പോൾ ഒത്തിരി ആളുകൾ, പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയിലേക്ക് പറ്റിയ ഒത്തിരി പഞ്ചായത്ത് മെമ്പർമാരും പ്രസിഡന്റുമാരും ഒത്തിരി ആളുകൾ BJP വിട്ട് കോൺഗ്രസിലേക്കും 2020 വിട്ട് കോൺഗ്രസിലേക്കും CPM-ലേക്കും ചേർന്നത് പോലെ വലിയ തോതിൽ ചേരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെ നോക്കിയാലും ജോസ് കെ മാണിക്ക് ചില പരിക്കുകൾ പറ്റാനുള്ള സാധ്യതയുണ്ട്. ഒന്നാമത് വരുന്ന പരിക്ക് മുന്നണി വിടുമ്പോഴുണ്ടാകുന്ന ചില പരിക്കുകൾ വരാം. പക്ഷെ അങ്ങനെ പരിക്ക് വന്നാലും NDA മുന്നണി പോകുകയാണെങ്കിൽ അവർ വിലപേശിയായിരിക്കും പോകുന്നത്. തീർച്ചയായിട്ടും മന്ത്രിസ്ഥാനമോ അല്ലെങ്കിൽ ഗവർണർ സ്ഥാനം ഉൾപ്പെടെയുള്ള വളരെ പ്രമുഖമായ സ്ഥാനം ചോദിച്ചുകൊണ്ടായിരിക്കും, ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കർ പോലുള്ള വളരെ പ്രമുഖമായ സ്ഥാപനം ചോദിച്ചുകൊണ്ടായിരിക്കും പോകുന്നത്. അതിന് സാധ്യതയുണ്ട്. രാജ്യസഭ MP ആക്കണം, ചിലപ്പോൾ ഒന്നിലധികം പേര് MP ആക്കണം എന്നൊക്കെ പറയാം. കാരണം അങ്ങനെ ചോദിച്ചാലും ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ട കേരള കോൺഗ്രസ് പാർട്ടിയെ കൂടെ നിർത്താൻ കഴിയുമെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് BJP ഇതിനൊക്കെ വശംവദരായാലും അത്ഭുതമില്ല. അങ്ങനെ വളരെ വലിയ ഒരു രാഷ്ട്രീയ മാറ്റത്തിലേക്ക് കേരളം വരാം. അങ്ങനെയാണെങ്കിൽ LDF-ലുള്ള മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദു വിഭാഗം BJP-യിലേക്ക് പോവുകയും ക്രിസ്ത്യൻ വിഭാഗം കൂടി BJP-യിലേക്ക് പോയാൽ മുസ്ലിം വിഭാഗം UDF-ലേക്ക് പോവുകയും ചെയ്താൽ വല്ലാതെ LDF മെരുങ്ങും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. LDF-ന്റെ രാഷ്ട്രീയ ഭാവി ഇതെല്ലാം കൂടി ചേർന്നാണ് നിൽക്കുന്നത്. CPI കലാപം തുടങ്ങിയിട്ടുണ്ട്. CPM-ൽ പാലക്കാട് കലാപം ആരംഭിച്ചിട്ടുണ്ട്. ഹിന്ദു വോട്ടുകൾ ഒലിച്ചു പോകുന്നുവെന്ന് MM മണി പ്രസ്താവന വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി LDF-ന്റെ കെട്ടുറപ്പിനെ ബാധിക്കാനുള്ള എല്ലാ സാധ്യതയുമാണ് മുന്നിൽ കാണുന്നത്. എന്തായാലും കേരള കോൺഗ്രസ് ജോസ് കെ മാണിയുടെ വിഭാഗം ഒന്നുകിൽ NDA-യിലേക്ക് അല്ലെങ്കിൽ LDF-ലേക്ക് പോകാൻ, UDF-ലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. BJP മുന്നണിയിലേക്ക് പോയാലും അത്ഭുതമില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സാധ്യത. പക്ഷെ BJP മുന്നണിയിൽ പോവുകയാണെങ്കിൽ അതൊരു ബാർഗെയിനിങ് ചെയ്തായിരിക്കും പോകുന്നത്. കൃത്യമായി ബാർഗെയിൻ ചെയ്ത് അത് ഏതെങ്കിലും ഒരു സ്ഥാനം കിട്ടണം എന്നുള്ള നിലയിൽ മിക്കവാറും മന്ത്രിസ്ഥാനം തന്നെ, കേന്ദ്ര സഹമന്ത്രി സ്ഥാനം തന്നെ ചോദിച്ചുകൊണ്ടായിരിക്കും പോകുന്നത്. പക്ഷെ അങ്ങനെ പോയാൽ തീർച്ചയായിട്ടും അത് കേരള കോൺഗ്രസിന് വലിയ ലാഭമായിരിക്കും. അവർ വീണ്ടും കാലുറപ്പിക്കും കേരളത്തിൽ എന്നുള്ളതാണ്. അല്ല അവർ UDF-ലേക്കാണ് പോകുന്നതെങ്കിൽ തൽക്കാലം UDF-ൽ മന്ത്രിസ്ഥാനം കിട്ടുമോ നമുക്കറിയില്ല. കാരണം ആർക്ക് മന്ത്രിസ്ഥാനം കൊടുക്കാൻ പറ്റും? അവരാരും ജയിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇനി ആരെങ്കിലും ഒരാൾ രാജിവെച്ച് മത്സരിപ്പിക്കാൻ അത് നടക്കുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ എന്തായാലും പിന്നെ കോർപ്പറേഷൻ ചെയർമാൻമാരും ബോർഡ് മെമ്പർമാരൊക്കെ കൊടുക്കാം. എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കേരള രാഷ്ട്രീയം കൃത്യമായി വഴിപിരിയുമെന്ന് ഞങ്ങൾ നിരവധി തവണ പറഞ്ഞു. വഴിപിരിയലിൻ്റെ, വേർപിരിയലിൻ്റെ കഥകൾ കാണുന്നു. ഒരില ജോസഫ് ഗ്രൂപ്പിലേക്കും മറ്റൊരില താമരയിലേക്കും ലയിക്കുമോ?